PSC ബൂസ്റ്റർ ഡോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട SCERT പാഠഭാഗങ്ങളാണ് ഈ പ്ലേലിസ്റ്റിലൂടെ നമ്മൾ പഠിച്ചു വരുന്നത്. 7ാം ക്ലാസ്സിലെ 13ാമത്തെ പാഠമായ ഇന്ത്യയിലൂടെ എന്ന പാഠഭാഗമാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഭൂപ്രകൃതിയെപ്പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ഇന്ത്യയിലെ നദികൾ, ഇന്ത്യയിലെ മണ്ണിനങ്ങൾ, ഇന്ത്യയുടെ കാലാവസ്ഥ, ഇന്ത്യയിലെ വനങ്ങൾ എന്നിവയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുക. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയിലെ നദികളെ കുറിച്ചാണ്. ഇന്ത്യയിലെ വലിയ നദികളെ അവയുടെ ഉത്ഭവസ്ഥാനം അനുസരിച്ച് പ്രധാനമായും നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്നാമത്തേത് ഹിമാലയൻ നദികൾ, 2 ഉപദ്വീപീയ നദികൾ. ഇന്ത്യയിൽ 9 വലിയ നദികളാണുള്ളത്. അവയെ നമുക്ക് അവയുടെ ഉത്ഭവസ്ഥാനം അനുസരിച്ച് രണ്ടായി തരംതിരിക്കാം. ഒന്നാമത്തേത് ഹിമാലയൻ നദികൾ, രണ്ടാമത്തേത് ഉപദ്വീപീയ നദികൾ. എന്താണ് ഹിമാലയൻ നദികൾ? ആ പേരിൽ തന്നെയുണ്ട്. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളെയാണ് ഹിമാലയൻ നദികൾ എന്ന് വിളിക്കുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, ഇവ മൂന്നുമാണ് ഹിമാലയൻ നദികൾ. ഹിമാലയൻ നദികൾക്ക് ഉദാഹരണമാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവ. എന്താണ് ഹിമാലയൻ നദികളുടെ പ്രത്യേകതകൾ? ഒന്നാമത്തേത്, ഉത്തരേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകളാണ് ഈ നദികൾ. ഉത്തരപർവ്വത മേഖലയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഈ നദികൾ ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകളാണ്. രണ്ടാമത്തെ പ്രത്യേകത, ഹിമാലയൻ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിക്കപ്പെട്ടാണ് ഉത്തര മഹാസമതലം രൂപം കൊണ്ടിരിക്കുന്നത്. ഹിമാലയൻ നദികൾ ഉത്തരപർവ്വത മേഖലയിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. അവിടെ നിന്ന് ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിക്കപ്പെട്ടാണ് ഉത്തര മഹാസമതലം രൂപം കൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ പ്രത്യേകത, ഹിമാലയത്തിലെ മഞ്ഞു മൂടിയ പ്രദേശത്തു നിന്നുമാണ് ഈ നദികൾ ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്തും ഇവ ജലസമൃദ്ധമാണ്. മഴക്കാലത്ത് പൊതുവെ നദികളിൽ വെള്ളം ഉണ്ടാകും. എന്നാൽ വേനൽക്കാലത്ത് പല നദികളും വറ്റിപ്പോകും. ഹിമാലയ നദികൾ വേനൽക്കാലത്തും ജലസമൃദ്ധമാണ്. എന്താണ് അതിന് കാരണം? ഹിമാലയം വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന പർവ്വത നിരയാണ്. വേനൽക്കാലത്ത് മഞ്ഞ് ഉരുകുന്നതിന്റെ തോത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ 3 നദികളും വേനൽക്കാലത്തും ജലസമൃദ്ധമാണ്. 3 ഹിമാലയൻ നദികളാണ് ഉള്ളത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. 3ഉം ഉത്തരപർവ്വത മേഖലയിൽ നിന്നും ഉത്ഭവിക്കുന്നു. അതിൽ സിന്ധു നദി മാത്രം പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒഴുകി അറബിക്കടലിലാണ് പതിക്കുന്നത്. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു. അറബിക്കടലിൽ പതിക്കുന്ന ഹിമാലയൻ നദി ഏത്? ഉത്തരം സിന്ധു. മറ്റ് 2 ഹിമാലയൻ നദികളും ഗംഗയും ബ്രഹ്മപുത്രയും, ഇവ രണ്ടും കിഴക്ക് ഭാഗത്തേക്ക് ഒഴുകി ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. സിന്ധുവും ബ്രഹ്മപുത്രയും കിഴക്ക് ഭാഗത്തേക്ക് ഒഴുകി ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. അറബിക്കടലിൽ പതിക്കുന്ന ഹിമാലയൻ നദിയാണ് സിന്ധു. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഹിമാലയൻ നദികളാണ് ഗംഗയും ബ്രഹ്മപുത്രയും. ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് വാരണാസി. വാരണാസി എന്ന പട്ടണം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഗംഗ. വാരണാസി എന്ന പട്ടണം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ഗംഗ. ഉത്ഭവസ്ഥാനം അനുസരിച്ച് ഇന്ത്യയിലെ വലിയ നദികളെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് ഹിമാലയൻ നദികൾ, രണ്ടാമത്തേതാണ് ഉപദ്വീപീയ നദികൾ. ഉപദ്വീപീയ നദികൾ ഉപദ്വീപിൽ നിന്നും ഉത്ഭവിക്കുന്നു. 6 വലിയ ഉപദ്വീപീയ നദികൾ: മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, തപ്തി. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നിവയാണ് ഉപദ്വീപീയ നദികൾ. ഹിമാലയ നദികളുടെ പ്രത്യേകതകൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് വേനൽക്കാലത്തും അവ ജലസമൃദ്ധമാണ് എന്ന്. എന്നാൽ ഉപദ്വീപീയ നദികൾ മഴയെ മാത്രം ആശ്രയിക്കുന്നു. അതുകൊണ്ട് മഴക്കാലത്ത് മാത്രമാണ്
ഉപദ്വീപീയ നദികൾ ജലസമൃദ്ധമായിട്ടുള്ളത്. വേനൽക്കാലത്ത് ഇവയിൽ വെള്ളം തീരെ കുറവായിരിക്കും. ഹിമാലയൻ നദികൾ വേനൽക്കാലത്ത് പോലും ജലസമൃദ്ധമാണ്. എന്നാൽ ഉപദ്വീപീയ നദികളിൽ വേനൽക്കാലത്ത് വെള്ളം തീരെ കുറവായിരിക്കും. ഈ പോയിന്റ് കൃത്യമായി ഓർത്തു വെക്കുക. സ്റ്റേറ്റ്മെന്റ് മോഡൽ ചോദ്യങ്ങളിൽ വരാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണിത്. നമുക്ക് 6 വലിയ ഉപദ്വീപീയ നദികളാണുള്ളത്. അവയിൽ 2 അറബിക്കടലിലാണ് പതിക്കുന്നത്. നർമ്മദയും താപ്തിയും. നർമ്മദയും താപ്തിയും ഇന്ത്യൻ ഉപദ്വീപിൽ ഉത്ഭവിക്കുകയും അവിടെ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒഴുകി അറബിക്കടലിൽ പതിക്കുകയും ചെയ്യുന്നു. അറബിക്കടലിൽ പതിക്കുന്ന ഉപദ്വീപീയ നദികളാണ് നർമ്മദയും താപ്തിയും. ബാക്കി 4 ഉപദ്വീപീയ നദികളും ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി ഈ 4 നദികളും കിഴക്ക് ഭാഗത്തേക്ക് ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഉപദ്വീപീയ നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവ. നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്ന ഒരു മാപ്പാണിത്. ഇന്ത്യയിലെ 9 വലിയ നദികൾ, 3 ഹിമാലയൻ നദികളും 6 ഉപദ്വീപീയ നദികളും. ഇവയിൽ നിന്നും സ്ഥിരമായി വരുന്ന ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, അറബിക്കടലിൽ പതിക്കുന്ന ഹിമാലയൻ നദി ഏത്? ഉത്തരം സിന്ധു. ഉത്തര പർവ്വത മേഖലയിൽ ഉത്ഭവിച്ച് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന ഹിമാലയൻ നദിയാണ് സിന്ധു. അറബിക്കടലിൽ പതിക്കുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? നർമ്മദയും താപ്തിയും. ഇന്ത്യയിലെ 9 വലിയ നദികളിൽ അറബിക്കടലിൽ പതിക്കുന്ന 3 നദികൾ മാത്രമേ ഉള്ളൂ. ഒരു ഹിമാലയൻ നദി, അത് സിന്ധു. 2 ഉപദ്വീപീയ നദികൾ, നർമ്മദയും താപ്തിയും. മൂന്നാമത്തെ ചോദ്യം, ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? ഉത്തരം ഗംഗയും ബ്രഹ്മപുത്രയും. ഗംഗയും ബ്രഹ്മപുത്രയും ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. നാലാമത്തെ ചോദ്യം, ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? 1 മഹാനദി, 2 ഗോദാവരി, 3 കൃഷ്ണ, 4 കാവേരി. ഓർത്തു വെക്കുക, 2 ഹിമാലയൻ നദികൾ ഗംഗയും ബ്രഹ്മപുത്രയും, 4 ഉപദ്വീപീയ നദികൾ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഇവയെല്ലാം ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏത്? ചിത്രത്തിൽ നോക്കിയാൽ പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാം. അതിന്റെ ഉത്തരം ഗംഗ എന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് ഗംഗ. അടുത്ത ചോദ്യം, ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഏത്? ഉത്തരം ഗോദാവരി. ഗോദാവരിയാണ് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗ. എന്നാൽ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏത്? ആ ചോദ്യത്തിന്റെ ഉത്തരം ഗോദാവരി എന്നാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി. ഗംഗയാവട്ടെ, ബ്രഹ്മപുത്രയാവട്ടെ, സിന്ധു ആകട്ടെ, ഇവ 3ഉം ഇന്ത്യയിലൂടെ മാത്രമല്ല ഒഴുകുന്നത്, മറ്റ് രാജ്യങ്ങളിലൂടെയും അവ ഒഴുകുന്നുണ്ട്. എന്നാൽ ഉപദ്വീപീയ നദികൾ എല്ലാം തന്നെ പൂർണ്ണമായും ഇന്ത്യയിലൂടെയാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോദാവരിയാണ് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി. ഇനിയും നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയിലെ മണ്ണിനങ്ങളെ പറ്റിയാണ്. ഇന്ത്യയിലെ പ്രധാന മണ്ണിനങ്ങളാണ് ഈ ഭൂപടത്തിൽ തന്നിരിക്കുന്നത്. ഇന്ത്യയുടെ വടക്കു ഭാഗത്ത് ഉത്തരപർവ്വത മേഖലയാണ്. ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് പർവ്വത മണ്ണ്. ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്ത് കാണപ്പെടുന്ന മണ്ണിനം അത് പർവ്വത മണ്ണാണ്. ഉത്തരപർവ്വത മേഖലയിൽ നിന്നും നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിക്കപ്പെട്ടാണ് ഉത്തര മഹാസമതലം രൂപം കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്കൽ മണ്ണ് ധാരാളമായി കാണപ്പെടുന്ന സ്ഥലമാണ് ഉത്തര മഹാസമതലം. അതേപോലെ എക്കൽ മണ്ണ് കാണപ്പെടുന്ന മറ്റൊരു പ്രദേശമാണ് ഇന്ത്യയുടെ കിഴക്കൻ തീര സമതലം.
ഉത്തര മഹാസമതലത്തിലും നദീതടങ്ങളിലും എക്കൽ മണ്ണ് ധാരാളമായി കണ്ടുവരുന്നു. ഉപദ്വീപീയ ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട മണ്ണിനമാണ് കറുത്ത മണ്ണ്. ഉപദ്വീപീയ ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട മണ്ണിനമാണ് കറുത്ത മണ്ണ്. ഉപദ്വീപീയ ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റ് മണ്ണിനങ്ങളാണ് ചെമ്മണ്ണ് അഥവാ റെഡ് സോയിൽ, അതുകൂടാതെ ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് സോയില്. ഉപദ്വീപീയ ഇന്ത്യയിൽ നമുക്ക് 3 മണ്ണിനങ്ങളെ കാണാം: കറുത്ത മണ്ണ്, ചെമ്മണ്ണ് അഥവാ റെഡ് സോയില്, ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് സോയില്. ഇന്ത്യയുടെ രാജസ്ഥാൻ എന്ന സംസ്ഥാനത്തിന്റെ ഭൂരിഭാഗവും മരുഭൂമിയാണ്. താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നു. ഇവിടെ കാണപ്പെടുന്ന മണ്ണിനമാണ് മരുഭൂമി മണ്ണ്. താർ മരുഭൂമിയിലാണ്, അല്ലെങ്കിൽ രാജസ്ഥാൻ എന്ന സംസ്ഥാനത്തിലാണ് നമുക്ക് മരുഭൂമി മണ്ണ് കാണാൻ സാധിക്കുക. നമ്മൾ ഇപ്പോൾ പറഞ്ഞ എല്ലാ മണ്ണിനങ്ങളെയും എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഫലപുഷ്ടമായ മണ്ണ് എക്കൽ മണ്ണാണ് അഥവാ അലൂവിയൽ സോയിലാണ്. നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന എക്കൽ മണ്ണാണ് ഏറ്റവും ഫലപുഷ്ടമായ മണ്ണ്. എക്കൽ മണ്ണ് ധാരാളമായി കാണപ്പെടുന്ന ഇന്ത്യയുടെ പ്രദേശങ്ങൾ ഏതൊക്കെ? ഏറ്റവും പ്രധാനമായും ഉത്തര മഹാസമതലം, ഇതുകൂടാതെ നദീതടങ്ങൾ. ഉത്തര മഹാസമതലത്തിലും നദീതടങ്ങളിലും കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. ഏറ്റവും ഫലപുഷ്ടമായ മണ്ണാണ് എക്കൽ മണ്ണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണിനം അത് കറുത്ത മണ്ണാണ്, അല്ലെങ്കിൽ ബ്ലാക്ക് സോയിലാണ്. ലാവ തണുത്തുറഞ്ഞുണ്ടായ പാറകളിൽ നിന്നുമാണ് കറുത്ത മണ്ണ് രൂപം കൊള്ളുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണിനം കറുത്ത മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിലാണ്. കറുത്ത മണ്ണ് ഏതൊക്കെ കൃഷിക്ക് അനുയോജ്യമാണ്? ഒന്നാമത് പരുത്തി, രണ്ടാമത് കരിമ്പ്. പരുത്തി, കരിമ്പ് എന്നീ കൃഷികൾക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. പീഠഭൂമി പ്രദേശത്ത് കാണുന്ന മറ്റ് പ്രധാന മണ്ണിനങ്ങൾ ഏതൊക്കെ? ഒന്നാമത്തേത് ചെമ്മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ, രണ്ടാമത്തേത് ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് സോയില്. ഇവ തമ്മിൽ മാറിപ്പോകരുത്. കേരളത്തിൽ ധാരാളമായി കാണപ്പെടുന്ന മണ്ണാണ് ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് സോയില്. കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണിനം അത് ലാറ്ററൈറ്റ് മണ്ണിനമാണ്, ചെങ്കൽ മണ്ണാണ്. വനനിബിഡമായ പർവ്വത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് പർവ്വത മണ്ണ് അല്ലെങ്കിൽ മൗണ്ടൻ സോയിൽ. വനനിബിഡമായ പർവ്വത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് പർവ്വത മണ്ണ് അഥവാ മൗണ്ടൻ സോയിൽ. ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് പർവ്വത മണ്ണ്. വനനിബിഡമായ സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് പർവ്വത മണ്ണാണ്. ഏറ്റവും ഫലപുഷ്ടമായ മണ്ണ് അല്ലെങ്കിൽ ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള മണ്ണ് അത് എക്കൽ മണ്ണാണ്. എന്നാൽ ജൈവാംശം കൂടുതലുള്ളത് പർവ്വത മണ്ണിലാണ്. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയുടെ കാലാവസ്ഥയെ കുറിച്ചാണ്. ഇന്ത്യയിലെ ഡൽഹി എന്ന പ്രദേശം എടുക്കുകയാണെങ്കിൽ അവിടെ തണുപ്പ് കാലത്ത് ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസിനടുത്താണ്. വേനൽക്കാലമാകുമ്പോഴാകട്ടെ അത് 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരും. തണുപ്പ് കാലത്ത് 0-ഉം വേനൽക്കാലത്ത് 40-ഉമാണ് ഡൽഹിയിലെ താപനിലയുടെ വ്യത്യാസം. എന്നാൽ കാശ്മീരിലെ കാർഗിൽ, ദ്രാസ് എന്നീ സ്ഥലങ്ങളെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അവിടെ ശൈത്യകാലത്ത് താപനില -40 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴാറുണ്ട്. ഈ ദ്രാസ് എന്ന സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും താഴ്ന്ന താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത് ദ്രാസിലാണ്. 1995 ജനുവരി മാസത്തിൽ ദ്രാസിലെ താപനില -60 ഡിഗ്രി സെൽഷ്യസ് ആയി താഴ്ന്നുപോയി. അതാണ് ഇന്ത്യയിൽ നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും താഴ്ന്ന താപനില. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് പലതരം കാലാവസ്ഥ ഉള്ളതായി നമുക്ക് തോന്നാം. കേരളം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവ ധാരാളം മഴ ലഭിക്കുന്നു. ഡൽഹി പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ചൂടാകുമ്പോൾ താപനില 40-ലേക്കും ശൈത്യകാലത്ത് താപനില 0-ലേക്കും പോകുന്നു. കശ്മീർ പോലെയുള്ള സ്ഥലങ്ങളിൽ അത് -40 ഡിഗ്രി വരെ പോകുന്നു. ഇങ്ങനെ വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും ഇന്ത്യയുടെ കാലാവസ്ഥ എന്ത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ എന്നാണ്. ട്രോപ്പിക്കൽ മൺസൂൺ കാലാവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യയുടെ കാലാവസ്ഥ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ അഥവാ
ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ്. ഇന്ത്യയിലെ പ്രധാന കാലങ്ങൾ അഥവാ സീസണുകൾ ഏതൊക്കെയാണ്? ഇന്ത്യയിൽ പ്രധാനമായും 3 കാലങ്ങൾ കാണപ്പെടുന്നു. ഉഷ്ണകാലം അഥവാ സമ്മർ സീസൺ, ശൈത്യകാലം അഥവാ വിന്റർ സീസൺ, മഴക്കാലം അഥവാ റെയിനി സീസൺ. ഉഷ്ണകാലം അഥവാ സമ്മർ സീസൺ മാർച്ച് മുതൽ മെയ് വരെയാണ് ഈ കാലാവസ്ഥ നമുക്ക് അനുഭവപ്പെടുന്നത്. മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 3 മാസങ്ങളാണ് ഉഷ്ണകാലം അഥവാ സമ്മർ സീസണായി ഇന്ത്യയിൽ അനുഭവപ്പെടുക. ഉത്തരേന്ത്യയിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്ന കാലമാണിത്. വേനൽക്കാലത്ത് ഉത്തരേന്ത്യയിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യ എന്ന് എടുത്തു പറഞ്ഞത്? ദക്ഷിണേന്ത്യ സമുദ്ര സാമീപ്യമുള്ള ഒരു സ്ഥലമാണ്. 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് ദക്ഷിണേന്ത്യ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തീരപ്രദേശങ്ങളിൽ ഉഷ്ണം അത്ര കഠിനമാകാറില്ല. എന്നാൽ ഉത്തരേന്ത്യ അങ്ങനെയല്ല. സമുദ്രത്തിൽ നിന്ന് വളരെ അകലെ കിടക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ അത്യുഷ്ണം അനുഭവപ്പെടുന്നു. ഉഷ്ണകാലം അഥവാ സമ്മർ സീസൺ അല്ലെങ്കിൽ വേനൽക്കാലത്ത് ഇന്ത്യയിൽ പൊതുവെ വരൾച്ച കാണപ്പെടുന്നു. എങ്കിലും ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട വേനൽ മഴ ലഭിക്കാറുണ്ട്. വേനൽക്കാലത്ത് പൊതുവെ വരൾച്ച കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. വരൾച്ചയുടെ ഇംഗ്ലീഷ് വാക്കാണ് ഡ്രൗട്ട്. എന്താണ് വരൾച്ച? കുറഞ്ഞ മഴയോ ജലത്തിന്റെ അമിത ചൂഷണമോ കാരണം ജലദൗർലഭ്യം അനുഭവപ്പെടുന്ന സാഹചര്യത്തെയാണ് നമ്മൾ വരൾച്ച എന്ന് പറയുക. മഴ കുറഞ്ഞതുകൊണ്ടോ ജലത്തിന്റെ അമിത ചൂഷണം മൂലമോ ജലദൗർലഭ്യം അനുഭവപ്പെടുന്ന സാഹചര്യത്തെ നമുക്ക് വരൾച്ച എന്ന് പറയാം. ഇന്ത്യയിലെ ഏകദേശം 1/3 പ്രദേശങ്ങളും വരൾച്ചാ ബാധിതമാണ് എന്നാണ് പഠനങ്ങളിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ 1/3 അല്ലെങ്കിൽ 1/3 പ്രദേശങ്ങളും വരൾച്ചാ ബാധിതമാണ്. 6 മാസം തുടർച്ചയായി മഴ ലഭിക്കുന്ന കേരളത്തിലെ പല പ്രദേശങ്ങളും വരൾച്ചാ ബാധിതമാണ് എന്ന് ഈ അടുത്ത പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ജലത്തിന്റെ അമിതമായ ചൂഷണമാണ് ഇതിന് കാരണം. വരൾച്ചയുടെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് വിളനാശം. രണ്ടാമത്തേത് ശുദ്ധജല ദൗർലഭ്യം. വരൾച്ച മൂലം വിളനാശം ഉണ്ടാകുന്നു, ശുദ്ധജലം കിട്ടാക്കനിയാകുന്നു. വരൾച്ചയുടെ തീവ്രത കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഒന്നാമത്തേത് ജലസമൃദ്ധമായ നദികളെ വരണ്ട പ്രദേശങ്ങളിലെ നദികളുമായി ബന്ധിപ്പിക്കുക എന്നതാണ്. ചില നദികൾ വേനൽക്കാലത്ത് പോലും ജലസമൃദ്ധമായിരിക്കും. അത്തരം നദികളെ വരൾച്ചാ ബാധിത പ്രദേശങ്ങളിലെ നദികളുമായി ബന്ധിപ്പിക്കുക. ഇത്തരത്തിൽ നമുക്ക് വരൾച്ചയുടെ കാഠിന്യം കുറയ്ക്കാം. രണ്ടാമത്തേത് വരൾച്ചയെ അതിജീവിക്കുന്ന വിളകൾ കൃഷി ചെയ്യുക എന്നതാണ്. ചില വിളകൾക്ക് ജലം ധാരാളമായി വേണം. ഉദാഹരണമാണ് നെല്ല്. നെൽകൃഷിക്ക് ജലം ധാരാളം വേണം. തുടർച്ചയായി നെൽകൃഷി വ്യാപകമായി ചെയ്യുന്നത് ജലദൗർലഭ്യത്തിന് കാരണമാകും. അതുകൊണ്ട് തന്നെ വരൾച്ചാ ബാധിതമായ ഒരു പ്രദേശത്ത് നെൽകൃഷി ചെയ്യുന്നത് അഭികാമ്യമല്ല. അവിടെ വരൾച്ചയെ അതിജീവിക്കുന്ന വിളകൾ കൃഷി ചെയ്യാൻ ശ്രദ്ധിക്കണം. ഈ പാഠഭാഗത്ത് തന്നെ നമ്മൾ പഠിച്ചതാണ് രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട കൃഷി വിളകളെ കുറിച്ച്. ജോവറും ബജ്റയും. ജോവറും ബജ്റയും കൃഷി ചെയ്യാൻ വളരെ കുറച്ച് ജലം മാത്രമേ ആവശ്യമുള്ളൂ എന്നത് കണ്ടാണ് രാജസ്ഥാനിൽ അവ കൃഷി ചെയ്യുന്നത്. ഇത്തരത്തിൽ വരൾച്ച അതിജീവിക്കുന്ന വിളകൾ കൃഷി ചെയ്യുന്നത് വഴി വരൾച്ചയുടെ തീവ്രത കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ട മാർഗവുമാണ് മഴവെള്ളക്കൊയ്ത്ത് നടപ്പിലാക്കുക എന്നത്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. നമുക്ക് ലഭിക്കുന്ന മഴയെ അത് വേഗം ഒഴുകി സമുദ്രത്തിൽ പോകാതെ തടഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങാൻ സമ്മതിക്കുന്നതിനെയാണ് മഴവെള്ളക്കൊയ്ത്ത് നടപ്പിലാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തടയിണകൾ, മഴക്കുഴികൾ, മഴവെള്ള സംഭരണികൾ എന്നിവയെല്ലാം മഴവെള്ളക്കൊയ്ത്ത് നടപ്പാക്കുന്ന വിവിധ മാർഗങ്ങളാണ്. വരൾച്ചയുടെ തീവ്രത കുറയ്ക്കാൻ നമുക്ക് ചെയ്യാവുന്ന 3 കാര്യങ്ങളാണ്. 1. ജലസമൃദ്ധമായ നദികളെ വരണ്ട പ്രദേശങ്ങളിലെ നദികളുമായി ബന്ധിപ്പിക്കുക. 2. വരൾച്ചയെ അതിജീവിക്കുന്ന വിളകൾ കൃഷി ചെയ്യുക. 3. മഴവെള്ളക്കൊയ്ത്ത് നടപ്പിലാക്കുക. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ശൈത്യകാലം അഥവാ വിന്റർ സീസണെ കുറിച്ചാണ്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ഡിസംബർ,
ജനുവരി, ഫെബ്രുവരി. ഈ 3 മാസമാണ് ശൈത്യകാലം. ഹിമാലയ പർവ്വത നിരകളിൽ മഞ്ഞ് വീഴ്ച ഉണ്ടാകുന്ന സമയമാണ് ശൈത്യകാലം. ഹിമാലയ പർവ്വത നിരകളിൽ മഞ്ഞ് വീഴ്ച ഉണ്ടാകുന്ന സമയമാണ് ശൈത്യകാലം. പൊതുവെ ശൈത്യകാലത്ത് മഴ ലഭിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒരു വരണ്ട അന്തരീക്ഷമാണ് ഈ സമയത്ത് നിലനിൽക്കുക. പൊതുവെ വരണ്ട അന്തരീക്ഷമാണ് നിലനിൽക്കുന്നതെങ്കിലും ശൈത്യകാലത്ത് പഞ്ചാബിലും പരിസര പ്രദേശങ്ങളിലും മഴ ലഭിക്കാറുണ്ട്. ശൈത്യകാലത്ത് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് പഞ്ചാബും അതിന്റെ പരിസര പ്രദേശങ്ങളും. ഇത് അവിടുത്തെ ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. പഞ്ചാബിലും പരിസര പ്രദേശങ്ങളിലും ശൈത്യകാലത്ത് ലഭിക്കുന്ന മഴ അവിടുത്തെ ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. ഉത്തരേന്ത്യയെ അപേക്ഷിച്ച് ദക്ഷിണേന്ത്യയിൽ ശൈത്യത്തിന്റെ കാഠിന്യം കുറവാണ്. വേനൽക്കാലത്ത് ഉത്തരേന്ത്യയിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്നു. ദക്ഷിണേന്ത്യയിൽ അത്രയും ചൂട് അനുഭവപ്പെടാറില്ല, കാരണം സമുദ്രത്തിന്റെ സാമീപ്യം. ഇതുപോലെ തന്നെ ശൈത്യകാലത്തും ഉത്തരേന്ത്യയിൽ ശൈത്യത്തിന്റെ കാഠിന്യം വളരെ ശക്തമാണ്, ദക്ഷിണേന്ത്യയിൽ കുറവാണ്. അതിന് കാരണം ഉത്തരേന്ത്യക്ക് ഹിമാലയത്തിനോടുള്ള സാമീപ്യമാണ്. ഹിമാലയം മഞ്ഞ് മൂടിയ മലനിരകളാണ്. ശൈത്യകാലത്ത് തണുപ്പിന്റെ കാഠിന്യം കൂടും. ഉത്തരേന്ത്യ ഹിമാലയത്തിനോട് അടുത്തായതുകൊണ്ട് അവിടെയും ആ കാഠിന്യം അനുഭവപ്പെടും. എന്നാൽ ദക്ഷിണേന്ത്യ ഹിമാലയത്തിൽ നിന്നും വളരെ അകന്നു കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ശൈത്യകാലം നമുക്ക് അത്ര അനുഭവപ്പെടാറില്ല. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് മഴക്കാലത്തെ കുറിച്ചാണ്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഈ 3 മാസം ശൈത്യകാലമാണ്, അല്ലെങ്കിൽ വിന്റർ സീസൺ ആണ്. മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 3 മാസം ഉഷ്ണകാലമാണ്, അല്ലെങ്കിൽ വേനൽക്കാലമാണ്. ബാക്കി 6 മാസമുണ്ട്. 6 മാസവും നമുക്ക് മഴക്കാലമാണ്. പക്ഷെ ആ മഴക്കാലത്തെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്നാമത്തേത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. രണ്ടാമത്തേത് ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ്. ഇന്ത്യയിലെ മഴക്കാലത്തെ നമുക്ക് രണ്ടായി തിരിക്കാം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഒരു മഴക്കാലം, ഒക്ടോബർ മുതൽ നവംബർ വരെ അടുത്ത മഴക്കാലം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മഴക്കാലം, അതിനെ നമ്മൾ വിളിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്നാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് നമ്മൾ ഇതിനെ വിളിക്കാൻ കാരണം ഈ മഴ കൊണ്ടുവരുന്ന കാറ്റുകൾ വരുന്ന ദിശയെ അടിസ്ഥാനമാക്കിയാണ്. തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നുമാണ് ഈ മഴയ്ക്ക് വേണ്ടിയുള്ള കാറ്റുകൾ വരുന്നത്. ഇതാണ് തെക്ക് അഥവാ സൗത്ത് എന്ന ഡയറക്ഷൻ. ഇതാണ് പടിഞ്ഞാറ് അഥവാ വെസ്റ്റ് എന്ന ഡയറക്ഷൻ. ഇതിനിടയിലാണ് തെക്ക് പടിഞ്ഞാറ് ദിശ വരിക. തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും വീശുന്ന കാറ്റുകൾ കൊണ്ടുവരുന്ന മഴയായതുകൊണ്ടാണ് നമ്മൾ ഇതിനെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് വിളിക്കുന്നത്, അഥവാ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് വിളിക്കാൻ കാരണം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനെ മലയാളത്തിൽ കാലവർഷമെന്നും ഇടവപ്പാതി എന്നും വിളിക്കാറുണ്ട്. മുൻപ് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, കാലവർഷം എന്ന് അറിയപ്പെടുന്ന മൺസൂൺ ഏത്, ഇടവപ്പാതി എന്നറിയപ്പെടുന്ന മൺസൂൺ ഏത് എന്നൊക്കെ. കാലവർഷമെന്നും ഇടവപ്പാതി എന്നും അറിയപ്പെടുന്ന മൺസൂൺ കാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്, സൗത്ത് വെസ്റ്റ് മൺസൂൺ കാലമാണ്. എന്തുകൊണ്ടാണ് ഇതിനെ ഇടവപ്പാതി എന്ന് വിളിക്കുന്നത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം ജൂൺ മാസം മുതൽ സെപ്റ്റംബർ വരെയാണ് നമുക്ക് അനുഭവപ്പെടുക. സാധാരണയായി ജൂൺ 1-ാം തീയതി തന്നെ ഈ മഴ ആരംഭിക്കാറുണ്ട്. നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങൾ ഓർക്കുകയാണെങ്കിൽ സ്കൂൾ തുറക്കുന്ന ദിവസം സാധാരണയായി ജൂൺ 1-നാണ്. അന്ന് തന്നെ മഴയും ആരംഭിക്കും. മെയ് മാസത്തിന്റെ അവസാന പകുതി മുതൽ ജൂൺ മാസത്തിലെ ആദ്യ പകുതി വരെയാണ് മലയാളത്തിലെ ഇടവമാസം. അപ്പോൾ ഇടവമാസത്തിന്റെ പകുതി എന്ന് പറയുന്നത് ജൂണിലെ ആദ്യ ആഴ്ചയാണ്. ജൂണിലെ ആദ്യ ആഴ്ച തന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം ആരംഭിക്കും. അത് ഇടവമാസത്തിന്റെ പകുതിയിലാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഇടവപ്പാതി എന്ന പേര് വരാൻ കാരണം. ഇടവമാസത്തിന്റെ നേർപകുതിയിൽ ആരംഭിക്കുന്ന മഴയാണ് ഇടവപ്പാതി, അല്ലെങ്കിൽ കാലവർഷം, അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ നിന്ന്
ഈർപ്പം വഹിച്ചുകൊണ്ട് കാറ്റുകൾ വരും. ഈ കാറ്റുകളെ പടിഞ്ഞാറ് ഭാഗത്ത് പശ്ചിമഘട്ടം തടഞ്ഞു നിർത്തും. വടക്കോട്ട് പോകുമ്പോൾ ഹിമാലയം ഇവയെ തടഞ്ഞു നിർത്തും. കിഴക്ക് ഭാഗത്ത് കിഴക്കൻ പർവ്വതനിരകൾ ഈ കാറ്റുകളെ തടഞ്ഞു നിർത്തും. അതുകൊണ്ട് തന്നെ പടിഞ്ഞാറൻ തീരസമതലത്തിൽ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, ഹിമാലയത്തിന്റെ അടിവാര മേഖലകളിൽ ഇത്രയും ഭാഗത്ത് വളരെ ശക്തമായ മഴ ലഭിക്കുന്ന സമയമാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, സൗത്ത് വെസ്റ്റ് മൺസൂൺ കാലം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും ഈർപ്പം വഹിച്ചു കൊണ്ടുവരുന്ന കാറ്റുകളെ പർവ്വതനിരകൾ തടഞ്ഞു നിർത്തുന്നത് കൊണ്ട് പടിഞ്ഞാറൻ തീരത്തും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഹിമാലയത്തിന്റെ അടിവാര മേഖലകളിലും ധാരാളം മഴ ലഭിക്കുന്ന സമയമാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ സൗത്ത് വെസ്റ്റ് മൺസൂൺ കാലം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം ആരംഭിക്കുന്നത് ജൂൺ മാസത്തിലാണ്. ജൂൺ മാസത്തിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ മഴ ആരംഭിക്കും. അല്ലെങ്കിൽ ഇടവ മാസത്തിന്റെ നേർപകുതിയിൽ ഇടവപ്പാതി ആരംഭിക്കും. ജൂൺ മാസം, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 4 മാസം നീണ്ടു നിൽക്കുന്ന മഴക്കാലമാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. ഇടവ മാസത്തിന്റെ പകുതിയിൽ ആരംഭിക്കുന്ന മഴ മിഥുനം, കർക്കിടകം എന്ന മാസങ്ങളിൽ നന്നായി പെയ്തതിനു ശേഷം ചിങ്ങമാസമാകുമ്പോൾ അതിന്റെ ശക്തി കുറയ്ക്കും. ചിങ്ങത്തിലാണ് ഓണം. സാധാരണ ഓണത്തിന്റെ സമയത്ത് വലിയ മഴയൊന്നും ഉണ്ടാവാറില്ല. തെളിഞ്ഞ അന്തരീക്ഷമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു കാര്യം ഓർത്തു വെക്കാം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിന്റെ അവസാനമാകുമ്പോൾ മഴയുടെ ശക്തി കുറയുകയും മഴ ചെറിയ ഒരു ഇടവേള എടുക്കുകയും ചെയ്യും. ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അടുത്ത മഴക്കാലം ആരംഭിക്കുക. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയെന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തെ നമ്മൾ പറയുമെങ്കിലും അതിന്റെ അവസാന സമയത്ത് ചെറിയ ഒരു ഇടവേള ലഭിക്കാറുണ്ട്. അതിനുശേഷമാണ് അടുത്ത മഴ വരുന്നത്. അതിന്റെ പേര് തുലാവർഷം എന്നാണ്. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന മഴയുടെ പേരാണ് തുലാവർഷം. തുലാവർഷം ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് നമുക്ക് ലഭിക്കുക. അതിന്റെ പേര് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്നാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്നറിയപ്പെടുന്ന മഴയാണ് ഒക്ടോബർ മുതൽ നവംബർ വരെ നമുക്ക് ലഭിക്കുക. മലയാളത്തിൽ നമ്മൾ ഇതിനെ തുലാവർഷം എന്ന് വിളിക്കുന്നു. നേരത്തെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിന് എങ്ങനെയാണ് ആ പേര് ലഭിച്ചത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്തിനും പേര് ലഭിച്ചിരിക്കുന്നത്. വടക്ക് കിഴക്ക് ദിശയിൽ നിന്നും വരുന്ന കാറ്റുകളാണ് ഈ മഴയ്ക്ക് കാരണം. അതുകൊണ്ടാണ് ഈ മഴയെ നമ്മൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് വിളിക്കുന്നത്. മലയാളത്തിൽ ഇതിന്റെ മറ്റൊരു പേര് തുലാവർഷം എന്നാണ്. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിലാണ്. പ്രത്യേകിച്ചും ആന്ധ്ര, തമിഴ്നാട് തീരങ്ങളിൽ. ആന്ധ്രയുടെയും തമിഴ്നാടിന്റെയും തീരങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലമാണ് ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ മഴക്കാലം അഥവാ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. എന്നാൽ കേരളത്തിലും ഈ മഴ നമുക്ക് ലഭിക്കാറുണ്ട്. ഉച്ച കഴിഞ്ഞ് അതിശക്തമായ ഇടിയോടുകൂടിയ മഴയാണ് ഈ മഴക്കാലത്തിന്റെ പ്രത്യേകത. തുലാവർഷത്തിൽ സാധാരണ ഉച്ചവരെ മഴയൊന്നും കാണാറില്ല. ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ ഇടിയും മിന്നലോടും കൂടിയ മഴയാണ് തുലാവർഷത്തിന്റെ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്തിന്റെ പ്രത്യേകത. എന്നാൽ വടക്ക് കിഴക്കൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആന്ധ്ര, തമിഴ്നാട് എന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലമേത്? നമ്മൾ ഇപ്പോൾ പഠിച്ച 2 ഭൂപടങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലമേത്? തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നുമാണ് ഈ കാറ്റ് വീശുന്നത്. അതിനെ നമ്മൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് വിളിക്കുന്നു. പടിഞ്ഞാറൻ തീര സമതലങ്ങളിൽ, ഹിമാലയൻ താഴ്വരകളിൽ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, അങ്ങനെ ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും മഴ കൊണ്ടുവരുന്ന മഴക്കാലം, അതിന്റെ പേര് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഈ 2 ഭൂപടങ്ങളിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ കൂടി പരിചയപ്പെടാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം ഏത്?
ഉത്തരം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്, അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ കാലമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലമേത്? ഭൂപടം നോക്കിയാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. അതും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സമയത്ത് തന്നെയാണ് കേരളത്തിലും ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം. മറ്റൊരു ചോദ്യം, ഇന്ത്യയുടെ കിഴക്കൻ തീര സമതലങ്ങളിൽ, പ്രത്യേകിച്ചും ആന്ധ്ര, തമിഴ്നാട് തീരങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലമേത്? അതിന്റെ ഉത്തരം വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്നാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്തിലാണ് ആന്ധ്ര തീരത്തും തമിഴ്നാട് തീരത്തും ധാരാളമായി മഴ ലഭിക്കുന്നത്. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിവയുടെ തീരങ്ങളിൽ ധാരാളം മഴ ലഭിക്കുന്ന കാലം നോർത്ത് ഈസ്റ്റ് മൺസൂൺ കാലമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. എന്നാൽ കിഴക്കൻ തീര സമതലങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം വടക്ക് കിഴക്കൻ മൺസൂൺ. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം അതും വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏത്? SCERT പുസ്തകം അനുസരിച്ച് ഉത്തരം ചിറാപുഞ്ചിയാണ്. എന്നാൽ നിലവിലെ കണക്കുകൾ പ്രകാരം അത് മൗസിൻ റാമാണ്. ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തരം മേഘാലയ. ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്ന മലനിരകൾ ഏത്? ഉത്തരം ഖാസി കുന്നുകൾ. മേഘാലയ എന്ന സംസ്ഥാനത്തിൽ കിഴക്കൻ പർവ്വതനിരകളുടെ ഭാഗമായ ഖാസി കുന്നുകളുടെ തെക്കേ ചെരുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ചിറാപുഞ്ചി. ചിറാപുഞ്ചിയുടെ പഴയ പേരെന്ത്? ഉത്തരം സൊഹറ. ചോദ്യം ചോദിക്കാം, ചിറാപുഞ്ചിയുടെ പഴയ പേര് സൊഹറ എന്നാണ്. നമ്മൾ പഠിച്ചു 6 മാസം മഴക്കാലമാണ്. ഇത്തരത്തിൽ തുടർച്ചയായി മഴ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വെള്ളപ്പൊക്കം. ഇന്ത്യയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് മൺസൂൺ കാലത്തെ അതിവർഷമാണ്. അതിവർഷം എന്ന് പറഞ്ഞാൽ അതിശക്തമായ മഴ. മൺസൂൺ കാലത്ത് ലഭിക്കുന്ന അതിശക്തമായ മഴ ഇന്ത്യയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. രണ്ടാമത്തേത് നദീതീരങ്ങൾ കയ്യേറി കെട്ടിടങ്ങൾ നിർമ്മിക്കുക. നദികൾക്ക് സ്വാതന്ത്ര്യത്തോടെ ഒഴുകിപ്പോകാൻ സാധിച്ചാൽ മാത്രമേ വെള്ളപ്പൊക്കത്തെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കൂ. നദീതീരങ്ങൾ കയ്യേറി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് അതിന്റെ ഒഴുക്കിനെ ബാധിക്കും. ഇത് വെള്ളപ്പൊക്കം രൂക്ഷമാക്കും. മൂന്നാമത്തേത് വയലുകൾ മണ്ണിട്ട് നികത്തുക. വയലുകൾ, കുളങ്ങൾ എന്നിവ തണ്ണീർത്തടങ്ങളാണ്, വെള്ളം സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. ഇവയെല്ലാം മണ്ണിട്ട് നികത്തുന്നത് പെയ്യുന്ന മഴവെള്ളത്തിന് ഭൂമിയിൽ ഉൾക്കൊള്ളാനുള്ള സ്ഥലം കുറയ്ക്കുകയും അതുമൂലം വെള്ളപ്പൊക്കം കൂടുതലായി ഉണ്ടാവുകയും ചെയ്യും. മൺസൂൺ കാലത്തെ അതിവർഷം, നദീതീരങ്ങൾ കയ്യേറുക, വയലുകൾ മണ്ണിട്ട് നികത്തുക എന്നിവയാണ് ഇന്ത്യയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ജീവജാലങ്ങൾക്കും മനുഷ്യനും വലിയ അപകടങ്ങൾ സംഭവിക്കും. ഇത്തരത്തിലുള്ള അപകടങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഒന്നാമത്തേതാണ് ഡാമുകൾ നിർമ്മിക്കുക എന്നത്. ഡാമുകൾ നിർമ്മിച്ചുകൊണ്ട് ജലത്തെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കും. രണ്ടാമത്തേതാണ് വനവൽക്കരണം. 3, നദികളുടെ ഉപരിഘട്ടങ്ങളിൽ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരുത്സാഹപ്പെടുത്തുക. 4, പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുക. 5, തീരങ്ങളിൽ അപകട മുന്നറിയിപ്പ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക. ഒരു തവണ വായിച്ചു പോയാൽ തന്നെ നമ്മുടെ മനസ്സിൽ പതിയുന്ന പോയിന്റുകളാണിവ. ഡാമുകൾ നിർമ്മിക്കുക, വനവൽക്കരണം നടപ്പിലാക്കുക, നദിയുടെ ഉപരിഘട്ടങ്ങളിൽ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരുത്സാഹപ്പെടുത്തുക, പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുക, തീരങ്ങളിൽ അപകട മുന്നറിയിപ്പ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക എന്നിവ വെള്ളപ്പൊക്കത്തെ തുടർന്നുള്ള അപകടത്തിന്റെ തീവ്രത കുറയ്ക്കാനുള്ള നടപടികളാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയിലെ നൈസർഗിക സസ്യജാലങ്ങളെ കുറിച്ചാണ്, അല്ലെങ്കിൽ നാച്ചുറൽ വെജിറ്റേഷനെ കുറിച്ചാണ്. അതായത് നമ്മൾ ഇന്ത്യയിലെ വനങ്ങളെ കുറിച്ചാണ് ഇനി പഠിക്കുക. എന്താണ് നൈസർഗിക സസ്യജാലങ്ങൾ? ഒരു പ്രദേശത്തെ ഭൂപ്രകൃതി, അവിടുത്തെ കാലാവസ്ഥ, മണ്ണിനങ്ങൾ, ഈ ഭൗതിക സവിശേഷതകൾക്ക് അനുസൃതമായി അവിടെ വളരുന്ന സ്വാഭാവിക സസ്യ ഇനങ്ങളെയാണ്
നൈസർഗിക സസ്യങ്ങൾ എന്ന് വിളിക്കുക. ആ പ്രദേശത്ത് പ്രകൃതിദത്തമായി കാണപ്പെടുന്ന സസ്യങ്ങളെയാണ് നമ്മൾ നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് വിളിക്കുക. കാലാവസ്ഥയ്ക്ക് അനുസൃതമായി സസ്യങ്ങൾക്ക് മാത്രമല്ല ജന്തുജാലങ്ങൾക്കും വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ കാണപ്പെടുന്ന വിവിധ നൈസർഗിക സസ്യജാലങ്ങളെ കുറിച്ചും ആ വനങ്ങളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ജന്തുജാലങ്ങളെ കുറിച്ചുമാണ് ഇനി നമ്മൾ പഠിക്കുക. ഒന്നാമത്തേതാണ് ഉഷ്ണമേഖല നിത്യഹരിത വനം അല്ലെങ്കിൽ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. ആ പേരിൽ തന്നെയുണ്ട്, നിത്യഹരിതമാണ്, എവർഗ്രീൻ ആണ്. അങ്ങനെ വനങ്ങൾ നിത്യഹരിതമായി നിൽക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? എപ്പോഴും ജലത്തിന്റെ സാമീപ്യം അല്ലെങ്കിൽ മഴയുടെ ലഭ്യത ഉണ്ടായിരിക്കണം. വാർഷിക വർഷപാതം അഥവാ ആനുവൽ റെയിൻഫാൾ കൂടുതലുള്ള സംസ്ഥാനങ്ങളിലാണ് അല്ലെങ്കിൽ സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള വനങ്ങൾ കാണപ്പെടുക. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത് വാർഷിക വർഷപാതം കൂടുതലുള്ള സ്ഥലങ്ങളിലാണ്. ഇന്ത്യയുടെ പശ്ചിമഘട്ടം, അതേപോലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിത്യഹരിത വനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പശ്ചിമഘട്ട മലനിരകളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമാണ്. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിലെ പ്രധാനപ്പെട്ട ജന്തുജാലങ്ങൾ ഏതൊക്കെയാണ്? സിംഹവാലൻ കുരങ്ങ്. നമുക്കറിയാം, സൈലന്റ് വാലിയോടനുബന്ധിച്ച് നമ്മൾ പഠിക്കുന്ന ഒരു പേരാണ് സിംഹവാലൻ കുരങ്ങ്. ലയൺ ടെയിൽഡ് മക്കാക്കു. അതുപോലെ തന്നെ വിവിധ തരം പാമ്പുകൾ. അവിടെ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒന്നാണ് രാജവെമ്പാല. വിവിധ തരം ഷഡ്പദങ്ങൾ അഥവാ ഇൻസെക്റ്റുകൾ, ശലഭങ്ങൾ, ഇവയുടെ ആവാസ കേന്ദ്രമാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. പശ്ചിമഘട്ടം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലാണ് കൂടുതലായി നിത്യഹരിത വനങ്ങളെ കാണപ്പെടുക. സിംഹവാലൻ കുരങ്ങ്, വിവിധ തരം പാമ്പുകൾ, വിവിധ തരം ഷഡ്പദങ്ങൾ അഥവാ ഇൻസെക്റ്റുകൾ, ശലഭങ്ങൾ എന്നിവയുടെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥയാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭം ഏത്? ഉത്തരം അറ്റ്ലസ് മോത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമാണ് അറ്റ്ലസ് മോത്ത്. അറ്റ്ലസ് മോത്തിനെ കാണപ്പെടുന്ന വനം ഏത്? ഉത്തരം ഉഷ്ണമേഖല നിത്യഹരിത വനം. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റുകളിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമായ അറ്റ്ലസ് മോത്തിനെ നമുക്ക് കാണാൻ സാധിക്കുക. രണ്ടാമത്തെ കാടുകളാണ് ഇലപൊഴിയും കാടുകൾ അഥവാ ഡെസിഡുവസ് ഫോറസ്റ്റ്. എന്തിനാണ് മരങ്ങൾ ഇലപൊഴിക്കുന്നത്? മഴയുടെയും ജലത്തിന്റെയും ലഭ്യത കുറയുമ്പോൾ ജീവൻ പിടിച്ചു നിർത്താൻ മരങ്ങളും സസ്യങ്ങളും അവയുടെ ഇല കൊഴിക്കും. അപ്പോൾ എവിടെയായിരിക്കും ഇത്തരം സസ്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുക? കാലികമായി മാത്രം, ചില സീസണുകളിൽ മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇത്തരം വനങ്ങൾ കാണപ്പെടുക. ഇലപൊഴിയും കാടുകളെ അല്ലെങ്കിൽ ഡെസിഡുവസ് ഫോറസ്റ്റിനെ നമുക്ക് കാണാൻ സാധിക്കുക കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ്. ഇന്ത്യയിൽ എവിടെയാണ് നമുക്ക് ഇലപൊഴിയും കാടുകളെ കാണാൻ സാധിക്കുക? ഇന്ത്യൻ ഉപദ്വീപിലെ കൂടുതൽ പ്രദേശങ്ങളിലും ഇലപൊഴിയും കാടുകളാണ് ഉള്ളത്. ഇന്ത്യൻ ഉപദ്വീപ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു, പശ്ചിമഘട്ടവും പൂർവഘട്ടവും അതിരുകളായി വരുന്നു. ഈ രണ്ട് മലനിരകളും മഴയെ കടത്തിവിടാതെ തടയുന്നത് കൊണ്ടാണ് ഉപദ്വീപിൽ ഇലപൊഴിയും കാടുകൾ ഉണ്ടാകുന്നത്. ജന്തുവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള വനങ്ങൾ ഏത്? ഉത്തരം ഇലപൊഴിയും കാടുകൾ അഥവാ ഡെസിഡുവസ് ഫോറസ്റ്റ്. ജന്തുവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള വനങ്ങൾ ഇലപൊഴിയും കാടുകളാണ്, ഡെസിഡുവസ് ഫോറസ്റ്റുകളാണ്. ഇലപൊഴിയും കാടുകളിലെ പ്രധാനപ്പെട്ട ജന്തുജാലങ്ങൾ ഏതൊക്കെയാണ്? മാനുകൾ, മുയൽ, മയിൽ, വേഴാമ്പൽ, കാട്ടുപോത്ത്, ആന, കടുവ, പുലി എന്നിവയെ നമുക്ക് ഇലപൊഴിയും കാടുകളിലാണ് ധാരാളമായി കാണാൻ സാധിക്കുക. നൈസർഗിക സസ്യജാലങ്ങളിൽ അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് മുൾച്ചെടികളെയും കുറ്റിക്കാടുകളെയും കുറിച്ചാണ്. ട്രോപ്പിക്കൽ തോൺ ആൻഡ് ഷ്രബ്സ് എന്നാണ് ഇവയുടെ ഇംഗ്ലീഷ് പേര്. മഴ തീരെ കുറവായ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള സസ്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുക. എവിടെയാണ് ഇന്ത്യയിൽ മഴ തീരെ കുറവായത്? ഒന്ന് രാജസ്ഥാനിലാണ്, രണ്ട് ഉപദ്വീപിന്റെ മധ്യഭാഗത്താണ്. രാജസ്ഥാനിലും ഇന്ത്യൻ ഉപദ്വീപിന്റെ മധ്യഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് മുൾച്ചെടികളും കുറ്റിക്കാടുകളും നിറഞ്ഞ വനങ്ങളാണ്.
ഇവിടുത്തെ പ്രധാനപ്പെട്ട സസ്യജാലങ്ങൾ ഏതൊക്കെ? മരുഭൂമിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒട്ടകമാണ്. ഒട്ടകത്തെ നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കുക മരുഭൂമിയിലാണ്. മുൾച്ചെടികളും കുറ്റിക്കാടുകളും നിറഞ്ഞ പ്രദേശത്താണ്. കഴുകൻ, പരുന്ത്, അതേപോലെ പലതരം ഉരഗങ്ങൾ എന്നിവയും മുൾച്ചെടികളും കുറ്റിക്കാടുകളും നിറഞ്ഞ പ്രദേശത്തെ ജന്തുജാലങ്ങളാണ്. കഴുകൻ, പരുന്ത് എന്നിവ നിർബന്ധമായും ഓർത്തുവെക്കുക. ഒട്ടകം, കഴുകൻ, പരുന്ത്, പലതരം ഉരഗങ്ങൾ എന്നിവയാണ് മുൾച്ചെടികളും കുറ്റിക്കാടുകളും നിറഞ്ഞ വനപ്രദേശത്ത് നമുക്ക് കാണാൻ സാധിക്കുക. നാലാമത്തേതാണ് കണ്ടൽ കാടുകൾ അഥവാ മാംഗ്രൂവ് ഫോറസ്റ്റ്. എവിടെയാണ് കണ്ടൽ കാടുകൾ കാണപ്പെടുക? ഉപ്പ് രസമുള്ള മണ്ണിലാണ് കണ്ടൽ കാടുകൾ വളരുക. ഉപ്പ് രസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതരം സസ്യജാലങ്ങളെയാണ് കണ്ടൽ കാടുകൾ എന്ന് വിളിക്കുന്നത്. ഉപ്പ് രസമുള്ള മണ്ണ് എവിടെയാണ് കാണപ്പെടുക? ഒന്നാമത്തേതാണ് സമുദ്രതീരങ്ങൾ അല്ലെങ്കിൽ കടൽ തീരങ്ങൾ. രണ്ടാമത്തേത് നദീമുഖങ്ങൾ. ഇവിടെ രണ്ടുമാണ് സാധാരണയായി കണ്ടൽ കാടുകൾ കാണപ്പെടുക. ഉപ്പുരസമുള്ള മണ്ണിലാണ് കണ്ടൽ കാടുകൾ വളരുക. നദീമുഖങ്ങളിലും സമുദ്രതീരങ്ങളിലുമാണ് ഇവ കാണപ്പെടുക. കണ്ടൽ കാടുകൾ കരയിടിച്ചിലിനെ ചെറുക്കാൻ സഹായിക്കുന്നു. സുനാമിയുടെ സമയത്ത് ആർത്തുലച്ചെത്തുന്ന തിരമാലകളെ പോലും തടഞ്ഞു നിർത്തുവാനും അതിന്റെ അപകടം കുറയ്ക്കുവാനും കണ്ടൽ കാടുകൾക്ക് കഴിവുണ്ട്. അത്തരത്തിൽ കരയിടിച്ചിലിനെ ചെറുക്കുവാനും സമുദ്രത്തിൽ നിന്ന് വരുന്ന തിരമാലകൾ കൊണ്ടുള്ള അപകടത്തെ കുറയ്ക്കുവാനും കണ്ടൽ കാടുകൾക്ക് സാധിക്കും. കണ്ടൽ കാടുകളുടെ വേരുപടലങ്ങൾ നിരവധി മത്സ്യ ഇനങ്ങളുടെ പ്രജനന കേന്ദ്രങ്ങളാണ്. ബംഗാൾ കടുവയുടെ പ്രധാനപ്പെട്ട ആവാസ കേന്ദ്രമാണ് പശ്ചിമ ബംഗാളിലെ കണ്ടൽ കാടുകൾ. പശ്ചിമ ബംഗാളിലെ കണ്ടൽ കാടുകളാണ് ബംഗാൾ കടുവയുടെ പ്രധാനപ്പെട്ട ആവാസ കേന്ദ്രം. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് പർവ്വത വനങ്ങളെ കുറിച്ചാണ്, അല്ലെങ്കിൽ മൊണ്ടൈൻ ഫോറസ്റ്റുകളെ കുറിച്ചാണ്. ഉയരം കൂടിയ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. പർവ്വത വനങ്ങൾ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം പർവ്വതങ്ങളിലാണ് കാണപ്പെടുന്നത്, ഉയരം കൂടിയ പ്രദേശങ്ങളിലാണ് കാണപ്പെടുക. എന്താണ് ഇവിടുത്തെ വനങ്ങളുടെ പ്രത്യേകത? സ്തൂപിക അഗ്രവൃക്ഷങ്ങളായിരിക്കും. അതേപോലെ പായൽ വർഗ സസ്യങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. സ്തൂപിക അഗ്രവൃക്ഷങ്ങളെയും പായൽ വർഗ സസ്യങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് പർവ്വത വനങ്ങളിലാണ്. പർവ്വത വനങ്ങളിലെ പ്രധാനപ്പെട്ട ജന്തുജാലങ്ങളാണ് കസ്തൂരിമാൻ, വരയാട്, ഹിമപ്പുലി. കസ്തൂരിമാൻ അഥവാ മസ്ക് ഡീർ, വരയാട് ഹിമാലയത്തിൽ കാണപ്പെടുകയാണെങ്കിൽ അതിനെ നമ്മൾ ഹിമാലയൻ താർ എന്ന് വിളിക്കും. ഹിമപ്പുലി, സ്നോ ലെപ്പേഡ് ഇവയുടെ ആവാസ കേന്ദ്രമാണ് ഇന്ത്യയുടെ പർവ്വത വനങ്ങൾ. കസ്തൂരിമാൻ, ഹിമാലയൻ താർ അല്ലെങ്കിൽ ഹിമാലയത്തിലെ വരയാട്, ഹിമപ്പുലി എന്നിവയുടെ ആവാസ കേന്ദ്രമാണ് ഇന്ത്യയുടെ പർവ്വത വനങ്ങൾ. ഇന്ത്യയുടെ വടക്കൻ പർവ്വത മേഖലയിൽ പ്രത്യേകിച്ചും ഹിമാലയത്തിൽ കാണപ്പെടുന്ന വരയാടുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഹിമാലയൻ താർ. പശ്ചിമഘട്ടത്തിലും വരയാടുകളെ കാണപ്പെടാറുണ്ട്. പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വരയാടിന്റെ ഇനമാണ് നീലഗിരി താർ. പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വരയാടിന്റെ ഇനമാണ് നീലഗിരി താർ. അതോടെ 7ാം ക്ലാസ്സിലെ 13ാമത്തെ പാഠമായ ഇന്ത്യയിലൂടെ എന്ന പാഠഭാഗം പൂർണ്ണമായും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വിഷയാടിസ്ഥാനത്തിൽ SCERT പാഠഭാഗങ്ങളെ പഠിക്കുന്ന ഈ രീതി നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുകയും ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. താങ്ക് യു.